കൊടുക്കേണ്ട ഭരണകൂടം അതിൽ നിന്ന് പുറന്തിരിഞ്ഞു നിൽക്കുകയും ആ ഭരണകൂടത്തോട് ന്യായം എന്താണ്, നീതി എന്താണ്, നിയമം എന്താണ് എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി ജനങ്ങൾ രംഗത്ത് വരികയും ചെയ്യുന്ന അത്യന്തം അത്ഭുതകരമായ കാഴ്ചയാണ് ഇവിടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജനങ്ങളുടെ മറുപക്ഷത്തിൽ നിൽക്കുന്ന ഒരു നാൽവർ സംഘത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. അവരൊരുവർക്ക് പക്ഷേ നഗരസഭയുടെ അധികാരികളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളായിരിക്കാം, വീണ്ടും വീണ്ടും സെക്രട്ടറിമാരായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന ബുദ്ധവന്മാരായിരിക്കാം. അവരൊക്കെ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ 99 കേരള ഹൈക്കോടതി വിധി പ്രസ്താവിച്ച വിധി ജസ്റ്റിസ് അരിജിത് പ്രസാദ് പ്രസാദത്തിന്റെ നേതൃത്വത്തിലുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി നടപ്പിലാക്കുവാൻ ഞങ്ങൾ തയ്യാറില്ല. അങ്ങനെ അവർ വീണ്ടും പറയുന്നത് 2006 ഡിസംബർ 6 ഹൈക്കോടതി വീണ്ടും കോടതി ഇലക്ഷ കേസിൽ വരുത്തിയ വിധി, ആ വിധി നടപ്പിലാക്കുവാൻ ഞങ്ങൾ തയ്യാറില്ല എന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികൾ ഉയിപ്പില്ലാതെ എഴുന്നേറ്റ് നിന്ന് പറയുന്ന ലജ്ജാകരമായ അവസ്ഥയാണ് നമ്മുടെ നഗരത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ലജ്ജയില്ലായ്മയെ ചോദ്യം ചെയ്യുവാൻ വേണ്ടിയാണ് ഇവിടെ കയറി നിൽക്കുന്ന ഞങ്ങളും ഇവിടെ നിൽക്കുന്ന നിങ്ങളും ഒരുപോലെ തയ്യാറെടുക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഇത് ഏതെങ്കിലും ഭരണകൂടത്തിനെതിരായിട്ടുള്ള സമരമല്ല, ഏതെങ്കിലും അന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരമല്ല. പടച്ച തമ്പുരാൻ, ജഗതീശ്വരൻ, ദൈവം തമ്പുരാൻ നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള അത്യത്ഭുതകരമായ അനുഗ്രഹമായ കുടിവെള്ളവും ശുദ്ധമായ കുടിവെള്ളവും അതുപോലെ തന്നെ ശുദ്ധവായും, ശ്വസിക്കുവാനുള്ള ശുദ്ധവായും ഏതെങ്കിലും പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഏതെങ്കിലും സർക്കാരുകൾ അനുവദിച്ച അവകാശമല്ലാതെ മറിച്ച് ദൈവം തമ്പുരാൻ നമുക്ക് ഓരോരുത്തർക്കും നൽകിയതാണത്. ഇതിനെ തടഞ്ഞു വെക്കുവാൻ, ഇതിനെ ദുഷിപ്പിക്കുവാൻ ഭരണകൂടങ്ങൾക്ക് അധികാരമില്ല, വ്യക്തികൾക്ക് അധികാരമില്ലാത്തതുപോലെ ഭരണകൂടങ്ങൾക്കും അധികാരമില്ല. നിശ്ചയമായും നമ്മളത് ന്യായമായി മനസ്സിലാക്കേണ്ടതും വ്യക്തികൾക്കില്ലാത്ത അധികാരം ഭരണകൂടങ്ങളിലേക്കുള്ള വ്യക്തികൾ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അത് ഭരണകൂടം ചെയ്യുമ്പോഴും തെറ്റു തന്നെയാണ്. അതുകൊണ്ടാണ് ഇതേ നഗരസഭ തന്നെ അത് ഞങ്ങളുടെ ഈ പഞ്ചായത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു അറവിശാല നടത്തിയിരുന്നു. പഞ്ചായത്തിൽ നിന്നും ലൈസൻസ് വാങ്ങിക്കാതെ അനധികൃതമായിട്ട് അവരവിടെ അറവിശാല കെട്ടിപ്പണിയുകയും എന്നിട്ട് അനധികൃതമായ ഒരു അറവ് നടത്തുകയും ചെയ്തു. അതിനെതിരായിട്ട് കോടതിയുടെ വിധിയും ന്യായമായിട്ട് പറഞ്ഞൊരു സംഗതി ഒരു വ്യക്തി നിയമലംഘനം നടത്തുന്നതിനേക്കാൾ ഭീകരമാണ് ഒരു സിവിൽ കോടതി, അതായത് ഒരു ജനകീയ ഭരണകൂടം ആ ഒരു നിയമം ലംഘിക്കുക എന്ന് പറയുന്നത്. ജനകീയ ഭരണകൂടങ്ങളാണ് ജനങ്ങളെ നിയമം അനുസരിക്കുവാനും നിയമത്തിന് അനുസൃതമായി പ്രവർത്തിക്കാനും പരിശീലിപ്പിക്കുകയും അവരെ അത് ചെയ്യുകയും വേണ്ടത്, അവരെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യേണ്ടത്. ഈ പ്രേരിപ്പിക്കേണ്ട ഇതേ ഭരണകൂടം തന്നെ നിയമം ലംഘിച്ചാൽ പിന്നെ നിയമത്തിന് എന്താണ് എന്നാണ് അന്ന് കോടതി ചോദിച്ചത്. അങ്ങനെ കോടതി വിധി പ്രകാരം അവിടെ ജനകീയ ഇടപെടലും അതുപോലെ തന്നെ പഞ്ചായത്ത് ലൈസൻസ് നിഷേധിക്കുകയും കൂട്ടുകയും